ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡെയിലിയുള്ള കുറച്ച് ക്ലീനിങ് ഹാബിറ്റ്സ്, പിന്നെ കുറച്ച് കുക്കിംഗ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബെഡ് ചേഞ്ച് ചെയ്യേണ്ട ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പില്ലോ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബെഡ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ആ ബെഡ് മേക്ക് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്ത് പുതിയ ഷീറ്റൊക്കെ ഇട്ട് നന്നായി വിരിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ ലുക്കൊക്കെ ഒന്ന് തന്നെ മാറും. നല്ലൊരു നീറ്റ് ലുക്ക് വരും. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിയണതും നമ്മൾ ബെഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സൈഡിലുള്ള സൈഡ് ടേബിള്, പിന്നെ അതുപോലെ മെയിനായിട്ടുള്ള ടേബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് തന്നെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് സെറ്റാക്കി ഇടാൻ നോക്കുക. അപ്പോൾ അതൊരു വലിയൊരു പണിയായിരിക്കില്ല, വീട് ഒന്ന് അറേഞ്ച്ഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇവിടുത്തെ സിറ്റിംഗ് റൂം വലിയ അലമ്പാവാറില്ല. ഒന്ന് കുഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാലേ ഉള്ളൂ. പിക്കപ്പ് ഒരു 2 മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ. കുഷനൊന്ന് നേരെയാക്കി ഇട്ടാൽ മതി. പിന്നെ സോഫ എന്തെങ്കിലും ഒന്ന് നീങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുഷൻ ജസ്റ്റ് ഒന്ന് കൊട്ടിക്കുടഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ സോഫയുടെ സൈഡിൽ ഒരു പോട്ട് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ രണ്ട് പ്ലാന്റ്സ് പുതിയതുണ്ട്. എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഒന്നുള്ളത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് കുറേ നാളായിട്ടുണ്ട്. അത് കുറേ വാടിപ്പോവാനായിട്ട് പിന്നെയും അതിൽ പുതിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ബാക്കി 2 കേടായി പോയിട്ടോ, അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ വന്ന പുതിയ 2 പ്ലാന്റ്സ് ആണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഏറ്റവും സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന 3 പ്ലാന്റ്സ് ആണ് CC പ്ലാന്റ്, അതുപോലെ മണി പ്ലാന്റ്, പിന്നെ ഒന്ന് സ്നേക്ക് പ്ലാന്റ്. ഇപ്പം പ്ലാന്റ്സിൻ്റെ കേസിൽ ബിഗിനർ ആണെങ്കിൽ ഈ 3 പ്ലാന്റ് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഏത് ക്ലൈമറ്റിൽ വേണമെങ്കിലും നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ സിറ്റിംഗ് റൂം സെറ്റായിട്ടുണ്ട്. മോനിന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പം അവൻ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡൈനിങ് ടേബിൾ നമുക്കിപ്പോൾ സെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷം നമുക്കത് ശരിയാക്കാം. പിന്നെ അടുത്ത പരിപാടി നമുക്ക് ലോണ്ട്രി ടൈമാണ്. മോർണിംഗ് തന്നെ ലോണ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സീസണിൽ ഉണങ്ങി കിട്ടാൻ പാടാണെങ്കിലും ഉണങ്ങിയ ഏതെങ്കിലും ഡ്രസ്സുകൾ വെയിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ തുണികൾ കൊണ്ടുപോകാമല്ലോ. അത് പറഞ്ഞ് അല്ലെങ്കിലും രാവിലെ തന്നെ ഒരു ലോഡ് ലോണ്ട്രി ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒന്നരാടമൊക്കെയാണ് കേട്ടോ ഇപ്പം ചെയ്യാറ്. ചില സമയത്ത് സമയം കിട്ടാതെ ആകുമ്പോൾ ഒന്നരാടം ചെയ്യാറുണ്ട്. പെരുന്നാളിന് കിട്ടിയ ബീഫിൻ്റെ ആദ്യത്തെ പാക്കറ്റ് പൊട്ടിച്ചതാണ് കേട്ടോ. ഇനിയും പാക്കറ്റ്സ് ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിയുന്ന അനുസരിച്ച് പിന്നെ നമ്മളൊരു ബ്രേക്ക് ഇട്ടിട്ട് ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റുള്ള, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫായതുകൊണ്ട് ഒരുവിധം എങ്ങനെ വെച്ചാൽ തന്നെയും നല്ല ടേസ്റ്റാണ്. ഞാനിത് സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന പോലെ സവാളയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമുളക് ഇട്ട് ഒരു ചെറിയ തക്കാളി ഇട്ട് പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർക്കും കേട്ടോ. അപ്പോൾ ഈ അടുത്ത് നമ്മൾ മില്ലേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് പൊടിച്ച് കിട്ടുമല്ലോ, അവിടെ മീറ്റ് മസാല കിട്ടും. അപ്പോൾ ആ മീറ്റ് മസാല ഇടും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഗരം മസാല തന്നെ ഇടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടി കൂട്ടിയിടും. പിന്നെ എന്താ പറയുക, അതിനുശേഷം നല്ലപോലെ വഴന്ന് വരുമ്പോഴാണ് ഈ പൊടികളൊക്കെ ഇട്ട്, പൊടികളും വഴന്ന് വരുമ്പോൾ ബീഫ് ചേർക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ബീഫിൽ ഒരുപാട് നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല, പാകത്തിന് നെയ്യ് തന്നെയായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഒരു 2-3 വിസിൽ പോയിട്ട് ഒരു സ്ലോ ആക്കിയിട്ട് പിന്നെ ആ സ്ലോയിൽ ഒറ്റ വിസിലും കൂടി പോയി കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം തുറന്നു നോക്കിയിട്ട്
എന്തോരം വേവ് ഉണ്ടെന്ന് അനുസരിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിസിൽ കൊടുക്കും. അതല്ലെങ്കിൽ ചിലപ്പം കറക്റ്റ് വേവ് ആയിരിക്കും. അപ്പോൾ അത് ആ ബീഫിൻ്റെ പാകം അനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഏകദേശം നമ്മൾ സിമ്പിളായിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് പെരിഞ്ജീരകം അതും ചേർക്കാറുണ്ട്. പിന്നെ കുരുമുളക് ചതച്ചിട്ടിട്ട് അങ്ങനെയും ചേർക്കാറുണ്ട് കേട്ടോ. കുരുമുളക് ചതയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ബീഫ് കറിയിലെ കാര്യങ്ങൾ. ഡൈനിങ് ടേബിൾ ഒന്ന് സെറ്റാക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒക്കെ മാറ്റി ഡൈനിങ് ടേബിളും ഒന്ന് ക്ലിയർ ചെയ്ത് തുടച്ചിട്ടിട്ട് ചെയേഴ്സൊന്നും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്താൽ ഏകദേശം ഡൈനിങ് റൂമും ഒന്ന് സെറ്റായി കിടക്കുമല്ലോ. അപ്പം സൈഡിലൊരു ചെറിയ സോഫ, ബാംബൂ സോഫ പോലെയുണ്ട്. അപ്പോൾ അതിൻ്റെ കുഷൻസും ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കുന്ന എല്ലാം ഒന്ന് നേരെയാക്കി ഇട്ട് ആവശ്യമില്ല എല്ലാ സാധനങ്ങളും അതത് പ്ലേസിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ്ങും സിറ്റിങ്ങും ഒക്കെ നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാൻ പൊറോട്ട ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാറുണ്ട്. അതായത് ക്യാരറ്റ്, ബീൻസ്, കോണ്, എന്താണോ വെജിറ്റബിൾ ഉള്ളത് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തിട്ട് കുറച്ചൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നല്ല പോലെ വിസിൽ കൊടുക്കും. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർക്കും. നല്ലോണം എന്താ പറയുക, വെന്ത് കഴിയുമ്പോൾ നല്ല പോലെ അരിച്ച് ഒരു 2-3 പ്രാവശ്യം അരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും അരിച്ച് മാക്സിമം അതിൻ്റെ എല്ലാം അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പം ബട്ടർ ജസ്റ്റ് ഉരുക്കി അതിലൊഴിക്കുക ചെയ്തത്. പിന്നെ ബട്ടറിൽ ക്യാരറ്റും ഗാർലിക്കും ഒക്കെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് പിന്നെ ഈ സ്പ്രിങ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ നല്ലതായിരിക്കും. നല്ലൊരു ഫ്ലേവർ വരും നമ്മൾ ഇത്രയും ചെയ്താൽ. അപ്പോൾ ബീഫിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ കുമ്പളങ്ങ മുരറിയാണല്ലോ, അപ്പോൾ അതുണ്ട്. അപ്പോൾ ബീഫൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും ടേസ്റ്റി ആയത് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ നല്ലപോലെ നോൺ സ്റ്റിക്കിലിട്ട് വരട്ടിയെടുത്തു. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് ടൈം കഴിഞ്ഞ് ചായയുടെ സമയമായി. അപ്പോൾ ഇന്ന് ചായക്ക് സ്നാക്കായിട്ട് ചീസ് കോൺ നഗറ്റ്സ് ആണ്. അത് നമ്മൾ ഫ്രോസൺ ആയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ, ഫ്രഷ് ടു ഹോമിൽ നിന്ന്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വാങ്ങിയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി എടുക്കാറുണ്ട് ടീ ടൈം സ്നാക്കായിട്ട്. അങ്ങനെ ചായയുടെയൊക്കെ കാര്യം കഴിഞ്ഞ് ഒരു 4:45 ആകുമ്പോൾ വർക്കൗട്ടിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ലേഡീസിൻ്റെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, അവിടെ പോയിട്ടാണ് ഒരു ആഴ്ചയിൽ 3 ദിവസമുണ്ട് 1 മണിക്കൂർ വെച്ചിട്ട് വർക്കൗട്ട് കിട്ടും. നല്ലൊരു ഹാപ്പി ടൈമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. ഇപ്പം നമ്മൾ മുന്നേ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ വീട്ടിലോട്ട് മാറുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ വഴിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഐറ്റംസ് വാങ്ങാറുണ്ട്. അപ്പോൾ ഞാനിതുപോലെ റോബസ്റ്റ, എഗ്ഗ്, കോണ് ഇതൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോൺ നല്ല പോലെ യൂസ് ചെയ്യാറുണ്ട്, ഗ്രില്ല് ചെയ്തും അതുപോലെ ഇതുപോലെ സൂപ്പിനൊക്കെ എടുത്തിട്ട്. പിന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം ചീരയും വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാങ്ങയും ചീരയും കൂടി അടിച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. മാങ്ങ സെപ്പറേറ്റ് കഴിച്ചു, പിന്നെ അതുപോലെ ചീര തോരനാക്കി കഴിച്ചു. ഇപ്പോൾ കാണിച്ചത് യാക്കുൾട്ട് എന്ന് പറഞ്ഞൊരു പ്രോബയോട്ടിക് ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് നല്ലതാണ്, നമ്മുടെ വയറിനൊക്കെ നല്ലതാണെന്ന് പറയും. പിന്നെ ഒരു പ്രോബയോട്ടിക് കേർഡ്, പിന്നെ നമ്മുടെ സ്റ്റീൽ സ്ക്രബ്. പിന്നെ ഞാനൊരു പോമഗ്രാനൈറ്റ് വാങ്ങിച്ചു. പോമഗ്രാനൈറ്റ് വാങ്ങിച്ചാൽ അത് പൊളിക്കാനുള്ള മടിയോണ്ട് മിക്കവാറും അത് ചീത്തയായി പോകുന്നു. അപ്പോൾ അങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണം വാങ്ങിക്കുക, അത് കഴിക്കുക.
ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. കോൺ വാങ്ങിച്ചത് എടുത്തിട്ടുണ്ട്, അത് 2 പീസാക്കി വെക്കുന്ന 3 കോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മിക്കവാറും വെക്കുന്നത് ക്യാരറ്റാണ്. മോൾക്ക് നല്ല ഇഷ്ടമാണ് ക്യാരറ്റ് ഇങ്ങനെ ഒലിവ് ഓയിൽ ഗ്രില്ല് ചെയ്തുള്ള ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മട്ടണോ ചിക്കനോ ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതും ഗ്രില്ല് ചെയ്യാറുണ്ട്. അതില്ലെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസ് തന്നെ ആയിട്ട് ഒരുവിധം എല്ലാ ഈവനിങ്സും നമ്മൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ പരിപാടിയാണ് കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ തീരെ വയ്യ അല്ലെങ്കിൽ തീരെ മടി ഇതൊക്കെ തോന്നാറുണ്ട്. എന്നിട്ട് ഒന്നും ചെയ്യാതെ ഇട്ടിട്ട് പോകുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷേ മാക്സിമം ഇങ്ങനെ എല്ലാം ക്ലീനാക്കി ചെയ്തു പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു ഗുഡ് ഫീലോടുകൂടി കിച്ചണിൽ നിന്ന് പോകാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം കിച്ചണിലോട്ട് വരുമ്പോഴും ആ ഒരു ഗുഡ് ഫീൽ കിട്ടാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കും നമ്മുടെ മൈൻഡും. അപ്പോൾ മാക്സിമം നമ്മളെല്ലാവരും തന്നെ കിച്ചൺ നീറ്റാക്കി ആ പണി അങ്ങ് തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ അത് ഒത്തിരി ലേറ്റ് ആവാണ്ടിരിക്കാനും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കിട്ടുന്നതും കുറവായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നേരത്തെ ഡിന്നർ ആക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും വൈൻഡപ്പ് ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും അതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്യാനും എല്ലാം സമയം കിട്ടും. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് ഫാമിലിയായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ബുക്ക് വായിക്കാനും എല്ലാം നമുക്കൊരു സമയം കിട്ടും. അതേപോലെ ഡിന്നർ നേരത്തെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. അവസാനം കിച്ചൺ ക്ലീനിങ് ചെയ്തിട്ട് കിടക്കുമ്പോഴത്തേനും നല്ലൊരു സാറ്റിസ്ഫൈഡ് ഫീലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.